ജീവിതത്തിലൊരു സുഖമില്ലടാ. എല്ലാത്തിനും പൈസ വേണം. മടുത്തു ജീവിതമൊക്കെ. ഞാൻ എന്തായാലും പുറത്തേക്ക് പോകാൻ നോക്കണേ. അതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല എനിക്ക്. അവൻ്റെ പുള്ളിനെ കണ്ട കൂരേ കിടന്നാണ്. ഇപ്പൊ ആ പുള്ളിയുടെ വീടാണ്. 2ാം നില വീട്, ബെൻസ്, അങ്ങനെ കാര്യങ്ങളൊക്കെ. അതെങ്ങനെയാടാ? പിന്നെ ബെൻസാറിൻ്റെ ഏട്ടൻ പുള്ളി നടന്നോണേ? എടാ സിംപിൾസിറ്റി, അതാ പറഞ്ഞേ. ഓഡിഷനാണ് പുള്ളി. എടാ പുള്ളിനൊന്ന് പരിചയപ്പെടുത്തി തന്നടാ. മുട്ടണോ? ആ നിനക്കറിയോ? എനിക്കറിയാം, എന്റെ അയൽവാസിയില് പുള്ളി. അഖിലേട്ടാ, ചേട്ടാ ഇതെന്റെ കൂട്ടുകാരനാണേ. എന്തായി? ഒരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടി വന്നാട്ടാ. ഇവന്റെ വീട്ടിൽ ഭയങ്കര ദാരിദ്ര്യമാണ് കേട്ടാ. ഇവന് ചേട്ടന്റെ ഒരു കമ്പനിയിൽ ജോലി സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? ഓ, അവിടെയൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. എങ്ങനെയെങ്കിലും നോക്കേട്ടാ. ഇപ്പൊ വേക്കൻസി ഉണ്ടോന്ന് അറിയില്ല. പ്ലീസ്, എന്നാലും ശ്രമിച്ചു നോക്കാം. ഉറപ്പറയല്ല, ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ. നല്ല ഉപകാരം. ഇപ്പൊ വരാൻ പറ്റുമോ നിനക്ക്? ഞാൻ ഇപ്പൊ വരാ. എന്നാ വാ. സെറ്റായി. ഇവിടെ നിന്നാ മതി, ഞാൻ പോയിട്ട് വരാം. ഓ എടാ ഇവിടെയാണ് എൻ്റെ ജോലി. എടാ നിനക്കറിയാൻ പാടില്ലേ, ഇങ്ങനത്തെ കൂറ സെറ്റപ്പിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. അത് ഞാൻ കേട്ടിട്ടുണ്ട്. സിനിമയിലല്ല, അങ്ങനെയാ ജീവിതത്തിൽ. അങ്ങനെയാ. ഈ ജോലി കിട്ടിയിട്ട് വേണം എനിക്കൊരു ബെൻസ് കാർ വാങ്ങിക്കാൻ, പിന്നെ BMW, പിന്നെ കുറച്ച് സ്വർണം വാങ്ങിക്കണം. എൻ്റെ നാട്ടുകാരെ മൊത്തം കാണിക്കണം. അത് ശരിയാട്ടാ. കുറച്ച് ഭൂമി വാങ്ങിക്കണം, ഒരു 6-7 ഏക്കർ. കൂടുതൽ മേടിച്ചോ, കുഴപ്പമില്ല. കൃഷി നടത്തണം. റബ്ബർ കൃഷി നല്ലതായിരിക്കും, പക്ഷെ ചൂടായിരിക്കും. ആപ്പിളായാലോ? ഇതെന്തുകൊണ്ടായിരുന്നു? ഈ ഒരു ഏരിയ അത്ര സുഖമല്ല കേട്ടാ. നമ്മുടെ അമ്മിണിയമ്മനെ പോലില്ലേ? ഇതെന്തുകൊണ്ടായിരുന്നു? തോമസ് ഒട്ടി വെട്ടോടാ.